ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ നിറഞ്ഞ ജലാശയങ്ങൾ തിരുവനന്തപുരത്തെ സ്ഥിരം കാഴ്ചകളിലൊന്നായിരുന്നു. എന്നാൽ ഇന്ന് അത്തരം കാഴ്ചകൾക്കൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിലെ 6 തോടുകളിൽ നിന്നും 3 വർഷം കൊണ്ട് നീക്കം ചെയ്തത് ഏകദേശം 900 ടൺ ഖരമാലിന്യമാണ്. കോർപ്പറേഷന്റെ സഹായത്താൽ പ്ലാസ്റ്റിക് ഫിഷർ എന്ന ജർമ്മൻ കമ്പനി തോടുകളിൽ സ്ഥാപിച്ച യന്ത്രച്ചൂൽ അഥവാ ട്രാഷ് ബൂം എന്ന സംവിധാനത്തിലൂടെയാണ് അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. ജലാശയങ്ങളിൽ ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതിൻ്റെ താഴേക്ക് മെഷാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താത്ത രീതിയിൽ, വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമായി തന്നെ നടക്കുന്ന രീതിയിൽ ജീവികൾക്കൊന്നും അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കൊന്നും തടസ്സമാവാത്ത തരത്തിൽ ട്രാഷ് ബൂം നമുക്ക് ജലാശയങ്ങളിൽ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് ഫിഷർ ചെയ്തു വരുന്നത്. നിലവിൽ 12 ട്രാഷ് ബൂമാണ് പല തോടുകളിലായി സ്ഥാപിച്ചിട്ടുള്ളത്. ആമയിഴഞ്ചൻ തോട്ടിൽ മാത്രമായി 3 ട്രാഷ് ബൂമാണുള്ളത്. ഇക്കൊല്ലം മാത്രം 180 ടൺ മാലിന്യം നീക്കം ചെയ്തു. ജനങ്ങളുടെ സഹകരണവും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിൽ പ്രധാനമാണെന്ന് കമ്പനി അധികൃതർ പറയുന്നു. ഈ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം നദികളിലും ജലാശയങ്ങളിലും എത്തപ്പെടേണ്ട പ്ലാസ്റ്റിക്കുകളും മറ്റു വേസ്റ്റുകളുമാണ്. അപ്പോൾ ഇത്രയും ഒരു വലിയ അളവ് പ്ലാസ്റ്റിക് മാലിന്യത്തെ ഞങ്ങൾക്ക് നദികളിൽ സമുദ്രങ്ങളിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് തടയാനായി എന്നുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിന്റെ വിജയമായിട്ട് ഞങ്ങൾ കാണുന്നത്. മാലിന്യങ്ങൾ ഒരുമിച്ച് ശേഖരിച്ചു വെച്ച് തമിഴ്നാട്ടിലേക്ക് സിമന്റ് നിർമ്മാണത്തിനായി കയറ്റി അയക്കുകയാണ് ചെയ്യുക. പ്ലാസ്റ്റിക് അല്ലാത്ത മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനായും പദ്ധതികൾ തയ്യാറാക്കുന്നതിനായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 2022 തുടക്കം കുറിച്ച പദ്ധതി മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട്. പദ്ധതി വിജയം കണ്ടതോടുകൂടി കൂടുതൽ ജലാശയങ്ങളിൽ ട്രാഷ് ബൂം സ്ഥാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആമയിഴഞ്ചൻ തോടക്കമുള്ള തിരുവനന്തപുരം നഗരത്തിലെ ജലാശയങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്തതാണ്. അതിനൊരു പരിഹാരമാവുകയാണ്. പൂർണ്ണമായി അല്ലെങ്കിൽ കൂടി ഈ ജലസ്രോതസ്സുകളിലൊക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയാണ്. നാളെ ഒരു നാളിൽ ഇവിടുത്തെയൊക്കെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് തെളിനീരൊഴുകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ നെല്ലൈ മുരുകനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.